ഹലോ, ഇന്ന് നമുക്കിതേ ഈ ഒരു തുണി വെച്ചിട്ട് ഒരു ഹെയർ ബോ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ചെയ്തു പോയി, അപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർത്തത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു തുണിയിൽ ഇപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ശരിക്കും എടുത്തത് നീളം 40 സെൻറ്റിമീറ്ററും വീതി 4.5 സെൻറ്റിമീറ്ററിലുമുള്ള ഒരു തുണിയാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു വശം, മടക്കിയ വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 തവണയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനി മറച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെടുത്ത് നമുക്ക് പിന്ന് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ചുരുക്കി ചുരുക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ വലിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മുടെ നല്ല സൈഡ് ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ വലിച്ചിടുക. ഇപ്പോൾ ഒരു ചെറിയ പീസിൽ ഞാൻ ചെയ്തേക്കും. നമ്മുടേത് ശരിക്കും നല്ല നീളമുള്ളൊരു പീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് നടുക്ക് വരുന്ന രീതിയിൽ അതിനെ ഒന്ന് മടക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തില്ലെങ്കിലും നല്ലോണം നല്ല രീതിയിൽ മടക്കി കൊടുക്കാം. കണ്ടോ? അതാട്ടോ ഇപ്പോൾ ചെയ്ത പീസാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ അലാസ്റ്റിക് ഇടാം. അപ്പോൾ ആ ചെറിയ വീതിയുള്ള അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് അതിനെ ആ ഒരു 2 സൈഡും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇനി ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ 2 സൈഡും അടിച്ചു കൊടുത്തു. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് അലാസ്റ്റിക്കും ഇടാം. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെടുത്തു. അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ അറ്റത്തായിട്ട് നമുക്ക് പിന്നിടാം. അതിനുശേഷം നമ്മൾ ചെയ്യാറില്ലേ, ഇപ്പോൾ ചില പാൻറ്റിൻ്റെയും പാവാടയ്ക്കൊക്കെ വള്ളിയിടുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൂടെ പിന്നെ കടത്തി നമുക്കിത് ഇതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ? ഇപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ 2 അറ്റവും തമ്മിൽ നമുക്ക് ഇതുപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. കണ്ടു? ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോയും കൂടി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബോയ് ഉണ്ടാക്കാം. ബോയ് ഉണ്ടാക്കാനായിട്ട് 8.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു തുണി നമുക്കെടുക്കാം. അതിൻ്റെ വീതി നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തുണിയെ ഇങ്ങനെ 2ആയി മടക്കാം. കണ്ടില്ലേ? ഇതുപോലെ 2ആയി മടക്കിയ ശേഷം നമുക്ക് അതിൻ്റെ ഒരു നടുഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വേണം നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ? ഇത്രയും വരെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നിർത്താം. ഇനി എന്ത് ചെയ്യാം, അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ നടുഭാഗം കുറച്ച് സ്റ്റിച്ച് ചെയ്യാതെ നിർത്തണം കേട്ടോ. ഇതുപോലെ നമുക്ക് കുറച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ ആക്കാം. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു സൈഡും ഈ ഒരു സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നടുഭാഗം കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരുന്നില്ലേ, അതിൽ കൂടി നമുക്ക് ഇതിനെ നേരെയാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഇതുപോലെ ശരിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും.
ഇനി നമുക്കിത് ഒരു പീസും കൂടി ഇതുപോലെ തന്നെ ബോയ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു തുണിയാട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീതി 3 സെൻറ്റിമീറ്ററും. ഇനി ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ നേരത്തെ ബോയ് ഉണ്ടാക്കാൻ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, ദേ ഇപ്പോൾ ഇതുപോലെ കിട്ടി. അങ്ങനെ നമുക്ക് ബോ ചെയ്യാനായിട്ട് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് നടുഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വെച്ചത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സൂചിയും നൂലും വെച്ചിട്ടൊന്ന് നടുഭാഗം ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൂചി എടുത്തത് ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം കണ്ടോ, ഇനി നമുക്ക് ആ ഒരു നൂലൊന്ന് ചുറ്റിക്കൊടുക്കാം. ചുറ്റിയതിന് ശേഷം നമുക്കത് ആ നൂലൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദേ ഈ ഒരു ചെറിയൊരു പീസ് തുണിയെടുത്ത് ദേ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്ക് ദേ ഈ ബോയുടെ ആ നൂല് ചുറ്റിയ ആ ഭാഗത്ത് നമുക്കൊന്ന് ദേ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ദേ ബോ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ ബാൻഡിൽ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുന്നി സൂചി നൂലും വെച്ചിട്ട് ഇത് രണ്ടും തമ്മിൽ തുന്നി നമുക്ക് നല്ല ഭംഗിയിൽ അറ്റാച്ച് ചെയ്യാം. കണ്ടില്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് ദേ ഇവിടെ നടുക്കായിട്ട് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ കുറച്ച് പശ തേച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോൺ നടുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ബീറ്റ് വെക്കണമെങ്കിൽ ബീറ്റും വെക്കാം. ഇനി വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും നമുക്കിതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വിഷുവിന് നമുക്ക് തിളങ്ങാം. താങ്ക് യു.